മനുഷ്യരാശിയുടെ തുടക്കം മുതൽ നമ്മൾ എപ്പോഴും ഒത്തിരിയേറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് പണവും അധികാരവും ഒന്നുമല്ല, മറിച്ച് അതാണ് ആയുസ്. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ആയുസ് വർദ്ധിപ്പിക്കണമെന്നും കഴിയുമെങ്കിൽ മരണമില്ലാതെ എന്നേക്കുമായി ജീവിക്കണമെന്നുമുള്ള ആഗ്രഹം. പുരാതന കാലം മുതലുള്ള എല്ലാ നാഗരികതകളും മരണമില്ലായ്മയെക്കുറിച്ച് പല വിധത്തിലും സങ്കല്പിച്ചിട്ടുണ്ട്. അമരത്വം നൽകുന്ന അമൃതം, ഒരിക്കലും വാർദ്ധക്യം ബാധിക്കാത്ത ദൈവങ്ങൾ, മരണത്തെ തടയുന്ന ശാപങ്ങൾ, അങ്ങനെ പല വിധത്തിലുമുള്ള ഇമ്മോർട്ടാലിറ്റി. നിർഭാഗ്യവശാൽ ഇതെല്ലാം കെട്ടുകഥകളിൽ മാത്രമേ സംഭവിക്കൂവെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാം ഒരിക്കൽ മരിക്കുമെന്നുമാണ് യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇത് മനുഷ്യരുടെ കാര്യം മാത്രമാണ്. മരണമില്ലാതെ എന്നേക്കുമായി ജീവിക്കാൻ കഴിയുന്ന പല ജീവികളും ശരിക്കും നമ്മുടെ പ്രകൃതിയിലുണ്ട്. ചില ജീവികൾക്ക് ഒരിക്കലും വയസ്സാകില്ല. ചില ജീവികൾ വയസ്സാകുമ്പോൾ പ്രായത്തിനെ പുറകിലോട്ട് കൊണ്ടുവരും. ചിലത് അവയുടെ ബയോളജിക്കൽ ക്ലോക്ക് തന്നെ നിർത്തിവെക്കും. ചില ജീവികളാണെങ്കിൽ സ്വന്തം ശരീരത്തിനെ ക്ലോൺ ചെയ്യും. അങ്ങനെ പല രീതിയിലാണ് ഈ ജീവികളൊക്കെ അമരത്വം പ്രാപിക്കുന്നത്. ഏതൊക്കെ ജീവികൾക്കാണ് ഇങ്ങനെ ഇമ്മോർട്ടാലിറ്റി ഉള്ളതെന്നും എങ്ങനെയാണ് ഈ ജീവികളൊക്കെ മരണത്തെ വെല്ലുവിളിക്കുന്നതെന്നും നമുക്ക് നോക്കാം. ബയോളജിക്കലി വയസ്സാകുന്നതിനെ, അതായത് വാർദ്ധക്യം ഫിസിക്കലി ബാധിക്കുന്നതിനെ ശരിക്കും സെനസെൻസ് എന്നാണ് പറയുന്നത്. DNA-യിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പിഴവുകൾ, തെറ്റായ രീതിയിൽ മടങ്ങുന്ന പ്രോട്ടീൻസ്, വിഭജിക്കാൻ വിസമ്മതിക്കുന്ന കോശങ്ങൾ എന്നിവയൊക്കെയാണ് വാർദ്ധക്യം ബാധിക്കുന്നതിന്റെ ചില പ്രധാന ലക്ഷണങ്ങൾ. ശരീരത്തിന് ശരിയാക്കാൻ കഴിയുന്നതിലും കൂടുതൽ വേഗത്തിലാണ് ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പതിയെ പതിയെ വയസ്സായി മരിക്കുന്നത്. പക്ഷേ ഒരു ജീവിക്ക് അതിന്റെ ശരീരത്തിലെ സകല കേടുപാടുകളും കുഴപ്പങ്ങളും വളരെ വേഗം പൂർണ്ണമായും റിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ജീവിക്ക് സെനസെൻസ് സംഭവിക്കുകയില്ല. അതായത് അവയ്ക്ക് ഒരിക്കലും മരിക്കാതെ ജീവിക്കാനാകും. ചില ജീവികൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് സീറോ സെനസെൻസ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയാം. അതായത് ഇത്തരം ജീവികൾക്ക് ഒരിക്കലും വയസ്സാകില്ല. വളരെ അപൂർവം ചില ജീവികൾക്ക് മാത്രമേ ഈ കഴിവുള്ളൂ. ഷൂലേസിന്റെ അറ്റത്തുള്ള പ്ലാസ്റ്റിക് പോലെ സാധാരണ എല്ലാ ജീവികളുടെയും DNA-യുടെ അറ്റത്തിൽ ടെലമീഴ്സ് എന്നൊരു ഘടനയുണ്ടായിരിക്കും. ഓരോ തവണ കോശങ്ങൾ ഡിവൈഡ് ആകുമ്പോഴും ഈ ടെലമീർ ചുരുങ്ങിക്കൊണ്ടിരിക്കും. അവസാനം ടെലമീർ തീർന്നു പോകുമ്പോഴേക്കും സെൽ ഡിവിഷൻ നിലയ്ക്കുകയും ചെയ്യും. സെൽ ഡിവിഷൻ സംഭവിച്ചാലേ ശരീരത്തിന്റെ കേടുപാടുകളൊക്കെ റിപ്പയർ ചെയ്യാനാകൂ. അതിനാൽ സെൽ ഡിവിഷൻ നിലയ്ക്കുമ്പോൾ സെനസെൻസ് അഥവാ വാർദ്ധക്യം ബാധിക്കാൻ തുടങ്ങും. എന്നാൽ ടെലമീർസ് റിപ്പയർ ചെയ്യാനുള്ള ഒരുതരം എൻസൈമുണ്ട്. അതാണ് ടെലമെറൈസ്. ഇത് ഒട്ടുമിക്ക ജീവികളുടെയും ശരീരത്തിലുണ്ട്. നമുക്കും ഇതുണ്ട്. പക്ഷേ ടെലമെറൈസ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ശരീരം വളരെ വളരെ സ്ട്രിക്റ്റ് ആണ്. സ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ ശരീരത്തിലെ 99% കോശങ്ങളിലും ടെലമെറൈസ് ഇനാക്റ്റീവ് ആണ്. സ്പേംസും എഗ്സും പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട അപൂർവം ചില കോശങ്ങളിൽ മാത്രമേ ടെലമെറൈസ് ആക്റ്റീവ് ആയിരിക്കൂ. ഇങ്ങനെ ആയിരിക്കുന്നത് ശരിക്കും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ്. കാരണം ടെലമെറൈസ് ആക്റ്റീവ് ആയിരുന്നാൽ കോശങ്ങളൊക്കെ ഒരിക്കലും നിലയ്ക്കാതെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മെ ഒരിക്കലും വയസ്സാകാതിരിക്കാൻ സഹായിക്കും. പക്ഷേ അതിനൊരു വലിയ പ്രശ്നമുണ്ട്. ഒരിക്കലും നിലയ്ക്കാതെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോശങ്ങളിൽ എന്തെങ്കിലും മാരകമായ മ്യൂട്ടേഷൻ സംഭവിക്കാനും ആ മ്യൂട്ടേഷൻ പടരാനുമുള്ള സാധ്യത വളരെ വളരെ കൂടുതലാകും. എന്നുവെച്ചാൽ ക്യാൻസർ പിടിപെടാനുള്ള സാധ്യത ഒരുപാട് കൂടും. എന്നാൽ അപൂർവം ചില ജീവികളിൽ അവയുടെ ശരീരത്തിലെ മൊത്തം കോശങ്ങളിലും ടെലമെറൈസ് എപ്പോഴും വളരെയധികം ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ കോശങ്ങളിലെ ടെലമീഴ്സ് ഒരിക്കലും ഷോർട്ട് ആകില്ല. അതിനാൽ തന്നെ അവയുടെ കോശങ്ങളെല്ലാം എപ്പോഴും യുവത്വത്തിലായിരിക്കും. അപ്പോൾ അവ ഒരിക്കലും ബയോളജിക്കലി വയസ്സാകില്ല. അങ്ങനെ അവയ്ക്ക് ഇമ്മോർട്ടാലിറ്റി കൈവരിക്കാനുമാകും. ആകെ 3 ജീവികളിൽ മാത്രമേ ഇതുവരേക്കും ഇത്തരം ഇമ്മോർട്ടാലിറ്റി കണ്ടിട്ടുള്ളൂ. അതിൽ ഒരെണ്ണം മാത്രമാണ് വലിയ ജീവി. അതാണ് ലോബ്സ്റ്റേഴ്സ്. ഇവയുടെ ശരീരത്തിൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള വളരെ എഫിഷ്യന്റ് ആയ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ടെലമെറൈസ് ആക്റ്റീവ് ആയിരുന്നിട്ടും ഇവയ്ക്ക് പെട്ടെന്ന് ക്യാൻസർ വരാത്തത്. ലോബ്സ്റ്റേഴ്സിന് ഒരിക്കലും വാർദ്ധക്യം ബാധിക്കില്ലെന്ന് മാത്രമല്ല, ജീവിതകാലം മുഴുവൻ ഇവ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിനാൽ വയസ്സാകുന്നതിനനുസരിച്ച് ഇവ കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുന്നത്. 20 വയസ്സായ ലോബ്സ്റ്ററിനേക്കാൾ ഒരുപാട് ശക്തമാണ് 100 വയസ്സായ ലോബ്സ്റ്റർ. പക്ഷേ ലോബ്സ്റ്റേഴ്സ് യഥാർത്ഥത്തിൽ ട്രൂ ഇമ്മോർട്ടൽസ് ആണെന്ന് പറയാനാകില്ല. കാരണം ഇവയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മോൾട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് പുറം തോട് ഇളക്കി കളയുന്ന പ്രക്രിയ. ഈ പ്രക്രിയ അത്യധികം ഊർജം ചിലവാക്കുന്ന ഒരു കാര്യമാണ്. ഒരു പരിധി കഴിയുമ്പോൾ ശരീരത്തിലെ മുഴുവൻ ഊർജവും ഉപയോഗിച്ചാൽ പോലും ഇളക്കി കളയാൻ പറ്റാത്ത വിധത്തിൽ ലോബ്സ്റ്ററും അതിന്റെ തോടും വലിപ്പം വയ്ക്കും. അങ്ങനെ ഒരുപാട് വയസ്സാകുമ്പോൾ പിന്നെ അവയ്ക്ക് തോട് ഇളക്കി കളയാൻ പറ്റാതെയാകും. തോട് കളഞ്ഞില്ലെങ്കിൽ അതിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. വയസ്സാകുന്ന ലോബ്സ്റ്റേഴ്സ് എല്ലാം ഒന്നുകിൽ ഇങ്ങനെ ഇൻഫെക്ഷൻ ബാധിച്ച് മരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മോൾട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ഊർജം തീർന്ന് കുഴഞ്ഞു വീണ് മരിക്കും. പക്ഷേ ആകെ 10% ലോബ്സ്റ്റേഴ്സ് മാത്രമേ ഈ രീതിയിൽ മരിക്കുകയുള്ളൂ. ബാക്കിയൊക്കെ അതിനു മുന്നേ തന്നെ പ്രെഡറ്റേഴ്സിന്റെ വായിലാകും.
ടെലമറൈസിനെ ഉപയോഗിച്ച് ഇമ്മോർട്ടാലിറ്റി കൈവരിക്കാൻ കഴിയുന്ന മറ്റ് 2 ജീവികളാണ് ഹൈഡ്രയും പ്ലനേരിയൻ ഫ്ലാറ്റ്വേംസും. ഇത് രണ്ടും ചെറിയ ജീവികളാണ്. പ്ലനേരിയൻ ഫ്ലാറ്റ്വേംസിന് ആകെ ഏതാനും ചില മില്ലിമീറ്റേഴ്സ് മുതൽ സെന്റിമീറ്റേഴ്സ് വരെ വലിപ്പം മാത്രമേ ഉള്ളൂ. ഹൈഡ്രയാണെങ്കിൽ തുണിയുടുക്കാത്ത നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത മൈക്രോസ്കോപ്പിക് ജീവികളാണ്. പ്ലനേരിയൻ ഫ്ലാറ്റ്വേംസിനും ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഹൈഡ്രയാണെങ്കിൽ അതിന്റെ ശരീരത്തിലെ മൊത്തം കോശങ്ങളും ഇടയ്ക്കിടയ്ക്ക് പൂർണ്ണമായും റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇത് ക്യാൻസറിൽ നിന്നും രക്ഷപ്പെടുന്നത്. കാരണം ക്യാൻസർ ബാധിക്കാൻ സാധ്യതയുള്ള കോശങ്ങൾ ഉണ്ടായാലും അത് ബാധിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടും. ഈ 2 ജീവികൾക്കും മറ്റൊരു പ്രത്യേകതയും കൂടെയുണ്ട്. അതാണ് മാരകമായ റീജനറേറ്റിംഗ് കഴിവ്. ഒരുപാട് ജീവികൾക്ക് റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിലും അതൊന്നും ഇവയുടെ അത്രയും വരില്ല. പ്ലനേരിയൻ ഫ്ലാറ്റ്വേംസിനെ എത്ര കഷണങ്ങളാക്കി മുറിച്ചാലും ആ കഷണങ്ങളെല്ലാം പുതിയ ഫ്ലാറ്റ്വേംസ് ആയി മാറും. ഒന്നിനെ പകുതി മാത്രം കീറി വെച്ചാൽ കീറൽ വീണ 2 വശത്തു നിന്നും 2 തല മുളയ്ക്കും. 8 മുറിച്ചാൽ 8 തലകൾ വരും. ശരിക്കും വളരെ വിചിത്രമായ ജീവി. റീജനറേഷനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മറ്റൊരു കാര്യവും കൂടെ പറയാം. ആക്സിലോട്ടിൽ, സ്റ്റാർഫിഷ്, സലമാൻഡേഴ്സ്, സീ കുക്കുംബേഴ്സ് അങ്ങനെ റീജനറേഷൻ കഴിവുള്ള നിരവധി ജീവികളുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ പറഞ്ഞ ജീവികൾക്കെല്ലാം കാലക്രമേണ സെനസെൻസ് സംഭവിക്കും. മുറിഞ്ഞുപോയ ശരീരാവയവങ്ങളെയൊക്കെ റീജനറേറ്റ് ചെയ്യാമെന്നല്ലാതെ ഇവയ്ക്ക് ഇമ്മോർട്ടാലിറ്റി കൈവരിക്കാനാകില്ല. ചില ജീവികൾക്ക് ശൈശവത്തിലേക്ക് തിരികെ പോകാനാകും. ഇതിനെ നമുക്ക് നെഗറ്റീവ് സെനസെൻസ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയാം. ഇമ്മോർട്ടൽ ജെല്ലി ഫിഷാണ് ഇതിന്റെ ഉത്തമ ഉദാഹരണം. ട്യൂറിപ്റ്റോസിസ് ഡൊഹ്റിനി എന്നാണ് ഇതിന്റെ ശരിക്കുമുള്ള പേര്. ഈ ജെല്ലി ഫിഷിന് പ്രായമായ ശേഷം വീണ്ടും പഴയതുപോലെ കുഞ്ഞാകാൻ കഴിയും. എന്നുവെച്ചാൽ വലിപ്പം കുറയ്ക്കാൻ പറ്റുമെന്നല്ല, ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു ശിശു ആകാൻ സാധിക്കും. ജെല്ലി ഫിഷിന്റെ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന അതിസൂക്ഷ്മമായ ലാർവയാണ് പ്ലാനുലെ. പ്ലാനുലേകൾ ഏതെങ്കിലും ഉപരിതലത്തിൽ പറ്റിച്ചേർന്നിരിക്കുകയും പതിയെ പോളിപ്പ് എന്നൊരു രൂപത്തിലേക്ക് മാറുകയും ചെയ്യും. പല വർഷങ്ങളോളം കാലം വരെ പോളിപ്സ് ഒരിടത്ത് പറ്റിച്ചേർന്നിരുന്ന് ജീവിക്കും. ശേഷം ഒരു പോളിപ്പിൽ നിന്നും നിരവധി കുട്ടി ജെല്ലി ഫിഷുകൾ രൂപം കൊള്ളും. ഇങ്ങനെയാണ് ജെല്ലി ഫിഷിന്റെ ലൈഫ് സൈക്കിൾ. ഇമ്മോർട്ടൽ ജെല്ലി ഫിഷുകളാണെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ, സ്ട്രെസ് ഉണ്ടായാലോ, അല്ലെങ്കിൽ വാർദ്ധക്യം ബാധിച്ചാലോ സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് പോകും. അവിടെ കിടന്ന് പതിയെ ഒരു പോളിപ്പ് രൂപത്തിലാകും. എന്നിട്ട് വീണ്ടും അതിൽ നിന്നും കുട്ടി ജെല്ലി ഫിഷായി മാറും. വീണ്ടും വീണ്ടും പുനർജനിക്കുന്നത് പോലെയാണിത്. ഇങ്ങനെ എത്ര തവണ വേണമെങ്കിലും ഇതിനെ ചെയ്തുകൊണ്ടേയിരിക്കാം. ട്രാൻസ് ഡിഫറൻഷിയേഷൻ എന്ന പ്രോസസ്സിലൂടെ ഇതിന്റെ കോശങ്ങൾക്ക് ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറാൻ കഴിയും. അതുകൊണ്ടാണ് ഇതിന് പഴയതുപോലെ ശൈശവത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്. ഹൈപ്പോത്തറ്റിക്കലി ഒരു ഇമ്മോർട്ടൽ ജെല്ലി ഫിഷിന് ആവാസ വ്യവസ്ഥ അനുവദിക്കുകയാണെങ്കിൽ ഭൂമിയുടെ അവസാനം വരെ ജീവിക്കാനാകും. പക്ഷേ യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ അത് സാധാരണഗതിയിൽ സാധ്യമല്ല. കാരണം അസുഖങ്ങൾ, പട്ടിണി, പ്രഡറ്റേഴ്സ് എന്നിങ്ങനെ പല രീതിയിലും ഇവയ്ക്ക് മരിക്കാനാകും. ഒട്ടുമിക്ക ഇമ്മോർട്ടൽ ജെല്ലി ഫിഷിനെയും പോളിപ്പാകാൻ വേണ്ടി സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ പ്രഡറ്റേഴ്സ് പിടിച്ചു തിന്നും. ചില ജീവികളിൽ വളരെ സ്ലോ ആയിട്ടാണ് വാർദ്ധക്യം ബാധിക്കുന്നത്. ഇതിനെ നെഗ്ലിജിബിൾ സെനസെൻസ് എന്ന് പറയാം. ഇത്തരം ജീവികൾക്ക് ഒരുപാട് കാലം ജീവിക്കാനാകും. ആമകൾ, ബോഹട്ട് തിമിംഗലങ്ങൾ, നീല തിമിംഗലങ്ങൾ, സീ ഉർച്ചിൻസ്, ടുവാറ്റാറ, സ്പോഞ്ചസ്, ഗ്രീൻലാൻഡ് ഷാർക്ക് എന്നിവയാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ഉദാഹരണങ്ങൾ. ഇത്തരം ജീവികളിൽ പൊതുവെ കാണപ്പെടുന്ന ചില സവിശേഷതകളുണ്ട്. ഒന്നാമത്തേത് സ്ലോ മെറ്റബോളിസം. മെറ്റബോളിസം സ്ലോ ആകുമ്പോൾ കോശങ്ങളിലും സംയുക്ത കോശങ്ങളിലും സംഭവിക്കുന്ന തകരാറുകൾ കുറയും. രണ്ടാമത്, ഇവയ്ക്ക് വളരെ എഫിഷ്യന്റായി ഇവയുടെ DNA റിപ്പയർ ചെയ്യാൻ സാധിക്കും. മൂന്നാമത്, ശക്തമായ രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കും. നാലാമത്, ഇവയുടെ ടെലമേഴ്സ് വളരെ കുറഞ്ഞ നിരക്കിലായിരിക്കും ഷോർട്ട് ആകുന്നത്. ഇങ്ങനെ ചില സവിശേഷതകൾ ഉള്ളതിനാൽ ഈ ജീവികൾക്ക് ആരോഗ്യത്തോടെ ഏറെ കാലം ജീവിക്കാൻ കഴിയും. ഗ്രീൻലാൻഡ് ഷാർക്കാണ് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കാൻ കഴിയുന്ന വെർട്ടിബ്രേറ്റ്. ഇവയ്ക്ക് 500 വർഷങ്ങളിൽ കൂടുതൽ കാലം ജീവിക്കാൻ കഴിയുമെന്നാണ് നിഗമനം. ഓഷൻ ക്വാഹോഗ് ക്ലാമിനും 500 വർഷങ്ങളിൽ കൂടുതൽ ആയുസ്സുണ്ട്. ബ്ലാക്ക് കോറൽസിന് ആയിരക്കണക്കിന് വർഷങ്ങൾ ജീവിക്കാനാകും. പക്ഷേ ഗ്ലാസ് സ്പോഞ്ചുകളാണ് യഥാർത്ഥ റെക്കോർഡ് ഹോൾഡേഴ്സ്. ഇവയ്ക്ക് 10,000 വർഷങ്ങളിൽ കൂടുതൽ കാലം ജീവിക്കാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാലും ഒരിക്കൽ ഇവയ്ക്ക് മരണമുണ്ട്. അതുകൊണ്ട് ഇവ ഇമ്മോർട്ടൽ ആണെന്ന് പറയാൻ പറ്റില്ല. ചില ജീവികൾക്ക് ക്രിപ്റ്റോബയോസിസ് ചെയ്യാനാകും. അതായത് തീവ്രമായ അവസ്ഥകൾ വരുമ്പോൾ ചില ജീവികൾക്ക് പ്രത്യേക തരം ഡോർമന്റ് അവസ്ഥയിലേക്ക് പോകാൻ കഴിയും. ടാർഡിഗ്രേഡ്സ് ആണ് ഇതിന്റെ ഉത്തമ ഉദാഹരണങ്ങൾ. അതിജീവനത്തിന് എന്തെങ്കിലും തടസ്സം വന്നാൽ ഉടനെ ശരീരത്തിലുള്ള 99.99% ദ്രാവകങ്ങളെയും ടാർഡിഗ്രേഡ് പുറത്തുവിടും. അപ്പോൾ ഇത് ചുരുങ്ങി ഉണങ്ങിയ ഒരു കുഞ്ഞു ബോളിന്റെ ആകൃതിയിലായി മാറും. ഇതാണ് ഇതിന്റെ ഡോർമന്റ് അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ ശരീരത്തിൽ മെറ്റബോളിസം ഒന്നും നടക്കില്ല. അതായത് ശരീരം ഊർജം ഉൽപ്പാദിപ്പിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യില്ല. ഈ അവസ്ഥയിലായിരിക്കുമ്പോൾ ശരീരത്തിന് ഭക്ഷണത്തിന്റെയോ ജലത്തിന്റെയോ ഊർജത്തിന്റെയോ ഒന്നും തന്നെ ആവശ്യവുമില്ല.
ചുരുക്കി പറഞ്ഞാൽ ശരിക്കും ഏതാണ്ട് മരിച്ചതിന് സമാനമായ ഒരവസ്ഥ തന്നെയാണിത്. പരിസരം അനുയോജ്യമാകുമ്പോൾ ഇതിനെ വീണ്ടും ജീവൻ വയ്ക്കുകയും ചെയ്യാനാകും. ഇതുപോലെ ഒരുപാട് ജീവികൾക്ക് ഡോർമന്റ് അവസ്ഥയിലേക്ക് പോകാനുള്ള കഴിവുണ്ട്. അങ്ങനത്തെ കഴിവുള്ള എല്ലാ ജീവികളും സൂക്ഷ്മജീവികളാണ്. ഈ ജീവികളൊക്കെ സാധാരണഗതിയിൽ കുറച്ച് വർഷങ്ങൾ മാത്രമേ ജീവിക്കുകയുള്ളൂ. എന്നാൽ ഈ ഡോർമന്റ് അവസ്ഥയിൽ ഇവയ്ക്ക് ഒരുപാട് കാലം ജീവിക്കാനാകും. സൈബീരിയയിലെ മഞ്ഞിനടിയിൽ നിന്നും 46,000 വർഷം പഴക്കമുള്ള നെമറ്റോഡ്സ് എന്നൊരുതരം സൂക്ഷ്മജീവിയെ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഡോർമന്റ് അവസ്ഥയിലായിരുന്നു. ജലം നൽകിയതും അതിനെ ജീവൻ വെച്ചു. ഇതുപോലെ കോടിക്കണക്കിന് വർഷങ്ങൾ വേണമെങ്കിലും ഇവയ്ക്ക് ഡോർമന്റ് അവസ്ഥയിൽ ജീവിക്കാനാകും. ഇതിനെയാണ് ക്രിപ്റ്റോബയോട്ടിക് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഡോർമന്റ് അവസ്ഥ എന്നത് ഏതാണ്ട് മരിച്ചതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കുമുള്ള ഇമ്മോർട്ടാലിറ്റി തന്നെയാണോ അല്ലയോ എന്നത് യഥാർത്ഥത്തിൽ ഒരു വലിയ തർക്ക വിഷയമാണ്. മറ്റൊരു കാര്യം, ഡോർമന്റ് അവസ്ഥയിൽ എത്ര കാലം വേണമെങ്കിലും ജീവിക്കാൻ കഴിയുമെന്നതുകൊണ്ടാണ് മഞ്ഞുപാളികൾ ഉരുകുന്നു എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയം തോന്നുന്നതിന്റെ ഒരു കാരണം. അതായത് ഈ മഞ്ഞുപാളികളിൽ പുരാതന കാലത്തിൽ എന്തെങ്കിലും മാരകമായ അസുഖം പരത്തുന്ന സൂക്ഷ്മജീവി ഇതുപോലെ ഡോർമന്റായി കിടപ്പുണ്ടായിരിക്കും. മഞ്ഞുരുകിയാൽ അത് പുറത്തു വരും. അത് ശരിക്കും ഭയങ്കര ഡേഞ്ചറസുമാണ്. ചില ജീവികൾക്ക് സ്വന്തം ശരീരത്തിനെ അനന്തമായി ക്ലോൺ ചെയ്യാനാകും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ആസ്പെൻ ട്രീസ്. യുഎസിലെ യുട്ടായിൽ പോയാൽ അവിടെ ഒരു സ്ഥലത്തിൽ ധാരാളം മരങ്ങളുള്ള ഒരു വലിയ വനം കാണാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് വെറും ഒരൊറ്റ മരമാണ്, ക്വാക്കിംഗ് ആസ്പെൻ എന്ന ഒരിനം മരം. ഈ മരം ഊർജവും ആഹാരവും ഒക്കെ ശേഖരിച്ചു വെക്കുന്നത് ഇതിന്റെ വേരുകളിലാണ്. ഈ വേരുകൾ പതിയെ അണ്ടർഗ്രൗണ്ടിലൂടെ വ്യാപിക്കും. കാലക്രമേണ ഈ വ്യാപിക്കുന്ന വേരുകളിൽ നിന്നും അതിന്റെ ക്ലോൺസ് ഉണ്ടാകും. അതായത് വേരുകളിൽ നിന്നും ആദ്യത്തെ മരത്തിന് തുല്യമായ പുതിയ മരങ്ങൾ ഉണ്ടാകും. ഈ പുതിയ മരങ്ങളുടെ വേരുകൾ വീണ്ടും വ്യാപിക്കുകയും അവയിൽ നിന്നും വീണ്ടും കൂടുതൽ ക്ലോൺസ് ഉണ്ടാവുകയും ചെയ്യും. ഇത് കാലക്രമേണ ക്ലോൺസ് കൊണ്ട് നിറഞ്ഞ് വളർന്ന് പന്തലിച്ച് ഒരു വലിയ കാട് പോലെയായി മാറും. അങ്ങനെയാണ് പാൻഡോ മരം ഉണ്ടായത്. ഇതിലെ എല്ലാ മരങ്ങളും യഥാർത്ഥത്തിൽ ഒരൊറ്റ മരമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇല കൊഴിയുമ്പോൾ എല്ലാത്തിൻ്റെയും ഒരുമിച്ച് കൊഴിയുകയും തളിർക്കുമ്പോൾ ഒരുമിച്ച് തളിർക്കുകയും ചെയ്യും. ഏതെങ്കിലും ഒരു മരത്തിന് കേട് വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ നശിച്ചാലോ ഉടൻ തന്നെ അത് വേരിന് മനസ്സിലാവുകയും അതിന്റെ സ്ഥാനത്തിൽ പുതിയ മരത്തിനെ ഉണ്ടാക്കുകയും ചെയ്യും. അതിനാൽ മുകളിൽ കാണുന്ന മരങ്ങൾക്കെല്ലാം ഏതാനും ചില പതിറ്റാണ്ടുകൾ മുതൽ നൂറ്റാണ്ടുകളുടെ പഴക്കം മാത്രമേ കാണൂ. എന്നാൽ വേരിനാണെങ്കിൽ 10,000 വർഷങ്ങളുടെ പഴക്കമുണ്ട്. ചില എസ്റ്റിമേഷൻസ് പ്രകാരം ഇതിന് 10 ലക്ഷം വർഷങ്ങളോളം വരെ പഴക്കമുണ്ടായിരിക്കാം. ഇങ്ങനെ ക്ലോൺ ചെയ്യാൻ സാധിക്കുന്നതിനാൽ പരിസ്ഥിതി അനുവദിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇവയ്ക്ക് എത്ര കാലം വേണമെങ്കിലും ജീവിക്കാനാകും. ഇതുപോലെ ക്ലോൺ ചെയ്യാൻ കഴിയുന്ന വേറെയും നിരവധി ജീവി വർഗ്ഗങ്ങളുണ്ട്. പൊസിഡോണിയ ഓസ്ട്രേലിസ്, കിങ്സ് ലൊമേഷ്യ, ഹ്യൂമംഗസ് ഫംഗസ്, ജുറുപ്പ വോക്ക്, ഓൾഡ് ജിക്കോ എന്നിങ്ങനെ ഒരുപാട് വർഗ്ഗങ്ങൾ. പക്ഷേ ഇത്തരം കോളനികൾ ശരിക്കും ഒരൊറ്റ ജീവി അല്ലെന്നും അതിനാൽ തന്നെ ഇവയെ ഇമ്മോർട്ടൽസ് എന്ന് വിളിക്കാൻ കഴിയില്ലെന്നുമാണ് ചിലരുടെ വാദം. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ.